ലുക്കാ 10:21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിലില്ല ഇത് വളരെ സ്വകാര്യമായ ഒരു വിതരണമേ ഉള്ളതിനെ അതായത് മറച്ചു വെക്കുക എന്ന് പറയുന്നത്. ഹിഡൻ വേഡ്, മറച്ചു വെച്ച വചനങ്ങൾ, അന്ധകാരത്തിൽ പറഞ്ഞവർ, ഇതുപോലെ പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഇപ്പം യോഹന്നാൻ്റെ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച്, ജോൺ ദി ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പറയുന്നത് അന്ധകാരത്തിൽ പറഞ്ഞ വചനമെന്നല്ല, മരുഭൂമി പറഞ്ഞ വചനമെന്നാണ്. വചനമൊക്കെ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളെന്ന് പറയുന്ന പോലെ അത് എവിടെ വിരിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം എന്ന് പറയണത്. എവിടെയാണ് വിരിഞ്ഞത്, അതാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന വചനം ഇതുപോലെ ഒരു ഹിഡൻ വേർഡാണ്. എന്താണ്? എപ്പോഴും പറയത്തില്ല. മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ഇപ്പം ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറഞ്ഞ് 17 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ എല്ലാവരോടും പറയും ഒരുങ്ങിയിരിക്കുവിൻ, തയ്യാറായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. അങ്ങനെ 17 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രയോജനമില്ലാത്ത ദാസനെ എൻ്റെ മുന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയത്തില്ല. അതൊന്ന് പ്രാവശ്യം പറയത്തില്ല. ഇതന്നെ ഹിഡൻ വേടെന്ന് പറയണത്. പ്രയോജനമില്ലാത്ത ദാസനെന്നൊക്കെ വിളിക്കും, ഒരു കുഴപ്പമില്ല. വളരെ ആഘോഷമായിട്ട് വളരെ മാന്യതയോടും മാനേഴ്സൊക്കെ അനുസരിച്ച് ദാസനെന്നൊക്കെ വിളിക്കും. ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു വിളിയാണ് ദാസൻ. പക്ഷേ വിളികളെന്താണ്? ഈ ദാസന്മാരിൽ തന്നെ പ്രയോജനമില്ലാത്ത ഈ സംഭവത്തെ എടുത്തുകൊണ്ട് പോകാൻ പറയും എൻ്റെ മുമ്പിൽ നിന്ന്. അതത്ര നിസ്സാരമായിട്ടുള്ള പറച്ചിലല്ല, ഇത്തിരി കൂടിയ പറച്ചിലാണ്. പ്രയോജനമില്ലാത്ത ദാസനെ എടുത്തുകൊണ്ട് പോകാൻ എൻ്റെ മുമ്പിൽ നിന്ന്. ഒന്നൂടെ വായിച്ചത് 25:30 മത്തായിയുടെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മത്തായി 25:30 പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഇപ്പൊ ദൈവം കുറച്ച് നാളൊക്കെ നിങ്ങളുടെ വർക്കൗട്ട് ചെയ്ത് നോക്കും. ദൈവത്തിൻ്റെ രീതി അതാണ്. കുറച്ച് നാളിൽ നന്നാകാൻ പറ്റുമോ എന്നൊക്കെ നോക്കും. നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് ദൂരെ കളയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിലെ അത്തിമരം വെച്ച് നട്ടുപിടിപ്പിക്കണില്ലേ, കാട്ടത്തിയെ ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാ കൊല്ലവും വന്നിട്ട് ബലമുണ്ടോ എന്ന് നോക്കും. 3-ാം പക്കവും ബലം കാണുന്നില്ല. പറയും ഇത് വെട്ടി കളയാൻ പറയും. കണ്ട, ആ ഐഡിയ എല്ലാം ഒന്നാണേ. പ്രയോജനമില്ലാത്ത ദാസനെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്ന ആൾ തന്നെയാണ് അത്തിമരം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്നേഹമേ ആരാധന. ലൂക്ക 13:6-7 തിരുവചനങ്ങൾ. ലൂക്ക 13:6-7.
അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക. എന്തിന് നിലം പാഴാക്കണം? വേസ്റ്റ് ജന്മമാണെന്നായി പറയണത്. വേസ്റ്റ് ജന്മമാണെന്ന്. എന്തിന് നിലം പാഴാക്കണമെന്ന്. പ്രയോജനമില്ലാത്ത വ്യക്തിയെ ദൈവം വിളിക്കുന്ന പേരാണ് വേസ്റ്റ് ജന്മമെന്ന്. ഈ സൂക്ഷിച്ച് വേണം കേട്ടോ ഉടമ്പടി പുതുക്കാൻ. ഉടമ്പടി പുതുക്കുന്ന ആൾക്കാരെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ, നിങ്ങളുടെ പുതുക്കൽ നീതീകരിക്കാൻ ബാധ്യസ്ഥരാണ്. എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. അനിത ബേബി തോമസ് എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അനിത ബേബി തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ സാക്ഷ്യം അപ്പീലുണ്ടേ, നോക്കണേ. അനിത ബേബി തോമസിൻ്റെ പ്രശ്നം, അവളൊരു നിലപാടുകാരിയാണ്. വിശ്വാസികൾക്ക് എപ്പോഴും നിലപാടില്ല എന്നുണ്ടെങ്കിൽ അവർ അവിശ്വാസികളായിട്ടാണ് ദൈവം കാണുന്നത്. വിശ്വാസികൾക്ക് നിലപാടില്ലെങ്കിൽ അവരെ ദൈവം അവിശ്വാസികളായിട്ടാണ് കാണുന്നത്. അനിതയുടെ പ്രശ്നം എന്താ? അനിതയുടെ പ്രശ്നം കുട്ടികളില്ല. വർഷങ്ങളായിട്ട് കുട്ടികളില്ല. അപ്പം അനിതയുടെ നിലപാട് എന്താണ്? അനിതയുടെ നിലപാട്, കുട്ടിയെ തരണമെങ്കിൽ കർത്താവ് തന്നെ തരണം, എനിക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് കുട്ടികളെ വേണ്ടെന്ന്. അതാണ് നിലപാട്. വിശ്വാസി നിലപാടെടുത്തില്ലെങ്കിൽ അവിശ്വാസിയായിട്ടാണ് ദൈവം കരുതത്തുള്ളൂ. നിങ്ങൾ പറയണത് പപ്പൂതിയാലും പരമൂതിയാലും ഒത്തുകെട്ടാൽ മതി. ആൾക്കാരുടെ ഇതാണ്. മാതാവല്ലെങ്കിൽ എന്തൊരു സൂര്യനാണ്, നമ്മുടെ മകളെ കെട്ടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. അതാണ് നിലപാടല്ലത്. മാതാവല്ലെങ്കിൽ അന്തോണി സൂര്യനാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പിന്നീട് വേറെ ചില നൊവേന കേന്ദ്രങ്ങളിലൊക്കെ ആൾക്കാർ പോണത്. ഐ ആം നോട്ട് എഗൻസ്റ്റ് നൊവേന. ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞ ഇതാണ്, വെൻ യു ആർ ഇൻ ദി കവനൻ്റ് ഒരു ക്യാപിറ്റൽ സ്പിരിച്വൽ നറിഷ്മെൻ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റാണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ വേറെ ഒന്നും ചെയ്യരുത്. കാര്യം നിങ്ങൾ ഒരു മനുഷ്യന് ഈ ഭൂമി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണത്. ബയലാറ്ററൽ എഗ്രിമെൻറ്റ്. ദൈവവും നമ്മളും തമ്മിൽ എടുത്തപ്പൊങ്ങാത്തൊരു ഭാരം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിനെ കൊണ്ടത് എടുപ്പിക്കാൻ വേണ്ടി ദൈവവും നമ്മളും തമ്മിലൊരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പിന്നെ വേറെ എല്ലാം അപ്രസക്തമാണ്. അതിൻ്റെ ഒരു കച്ചും കൈയും കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ മറ്റു സ്ഥലത്ത് അലയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉടമ്പെടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ പോകുന്നതാണ് നല്ലത്. ഐ എം നോട്ട് അഗൻസ്റ്റ് ഇറ്റ്. അത് സഭയിലുള്ളതല്ലേ, നൊവേനയൊക്കെ സഭയിലുള്ളതല്ലേ. പക്ഷേ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം, കാലം മുന്നോട്ട് പോകുന്നതോടുകൂടി ജീവിതം സങ്കീർണമായപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത്? ചില വിഷയങ്ങൾ ദൈവം വിഷയത്തെ രണ്ടായിട്ട് തിരിക്കും. എന്താണ്? മെരിറ്റിൽ നടക്കാവുന്ന കാര്യങ്ങളുണ്ട്, മെരിറ്റിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ യോഗ്യത കൊണ്ട്, കഴിവ് കൊണ്ട്, നമ്മുടെ കപ്പാസിറ്റി കൊണ്ട് നടക്കാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടായാലും നടക്കാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്ത് കപ്പാസിറ്റി നമുക്കുണ്ടായാലും നടക്കാത്ത കാര്യങ്ങളാണ് സ്പേസ് ഓഫ് ഗോഡ് വരണത്. അതിന് ഉടമ്പടി അല്ലാതെ വേറെ ഒരു ബന്ധമില്ല. അത് സിംഗിൾ എഡ്ജായിട്ടുള്ള ഒരു പ്രെയർ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? അതിന് സിംഗിൾ എഡ്ജേ ഉള്ളൂ. നമ്മളാണ് അതിൻ്റെ ഒരു എഡ്ജ്. ദൈവത്തിൻ്റെ അടുത്ത് കേട്ട് അത് ദൈവത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം എന്താണ്? ദൈവം കേട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പല സംഭവത്തിലും കേൾക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പല സമയത്തും പ്രെയർ കേൾക്കത്തില്ലെന്ന് പച്ചക്ക് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ധൂപം എടുത്തുകൊണ്ട് പോയതിൻ്റെ മുമ്പിൽ നിന്ന് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന്.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഏഞ്ചലൻ SP. ഞാൻ വരുന്നത് തമിഴ്നാട്ടിലെ കുഴിത്തറ ഡയോസിസിലെ സെൻറ്റ് മൈക്കിൾസ് ചർച്ചിൽ നിന്നാണ്. ഞാനൊരു ഡോക്ടറാണിപ്പോൾ. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2019 അന്ന് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ഇയേഴ്സായിട്ട്. അപ്പം 2 ഇയേഴ്സ് ചെയ്തിട്ടും നീറ്റ് എനിക്ക് കിട്ടുന്നില്ല. അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ നീറ്റ് അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് പഠിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ കോവിഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് വേവ് ഓഫ് കോവിഡ്. അപ്പം നീറ്റ് എക്സാമിങ്ങിന് പോസ്റ്റ്പോൺ ചെയ്ത് പോകുന്നത് കാരണം എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. ആ സമയമാണ് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു നോൺ ക്രിസ്ത്യനായിട്ടുള്ള ഒരു ആൻറ്റി, കൃപാസനം പത്രം വഴിയാണ് ഞാൻ കൃപാസനം അമ്മയെക്കുറിച്ച് അറിയുന്നത്. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. രാവിലത്തെ പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന, ബൈബിൾ വായന, പിന്നെ ഓൺലൈൻ ശുശ്രൂഷകളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ സ്റ്റഡീസും കുറച്ച് ഇമ്പ്രൂവ് ആയി തുടങ്ങി. അങ്ങനെ എനിക്ക് നീറ്റ് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റി. ഒക്ടോബർ 14 റിസൾട്ട് വരുന്നേണ്ടതായിരുന്നു. പക്ഷേ മാതാവ് അതിന് ഒക്ടോബർ 16 പോസ്റ്റ്പോൺ ചെയ്തു. 16 എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എനിക്കൊരു ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. കൗൺസിലിംഗ് നടന്നു, സീറ്റ് കിട്ടി. കർണാടകയിലൊരു കോളേജിലായിരുന്നു സീറ്റ് കിട്ടിയത്. ഞാൻ അതിലൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആദ്യമായിട്ട്. പക്ഷേ 4th ഇയറൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്കിത് മനസ്സിലായി, മാതാവിൻ്റെ നിയോഗമായിരുന്നു എന്നെ അവിടെ കൊണ്ട് ചേർക്കുക എന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ഇയർ MBBS ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു സ്പീഡിന് എനിക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പ്രൊഫസേഴ്സൊക്കെ പറഞ്ഞു തുടങ്ങി എനിക്കത് പറ്റില്ല, എനിക്ക് പറ്റുന്ന ഫീൽഡല്ല എന്ന് പറഞ്ഞു. ഞാൻ ആ വിഷമത്തിൽ എല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ച് മടങ്ങാൻ തയ്യാറായി. അപ്പോഴായിരുന്നു അമ്മ പറഞ്ഞു, നേരിട്ട് വന്ന് നമുക്ക് ഉടമ്പടി എടുക്കാം, മോള് 1 ഇയർ അവിടെ വെയിറ്റ് ചെയ്യ്, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ ജസ്റ്റ് ഒരു ട്രൈ ആണ് ഞാൻ ചെയ്തത്. എന്നെ പാസ്സാക്കില്ല എന്ന് പറഞ്ഞ എല്ലാ HODസിൻ്റെ മുമ്പിൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ല മാർക്കോട് കൂടെ തന്നെ പാസ് ചെയ്യാൻ പറ്റി. ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി കഴിഞ്ഞ് നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു. നേരിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് എനിക്ക് മാതാവിനെയാണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഹോൾ കോഴ്സ് ഓഫ് MBBS മാതാവ് കയ്യിലെടുത്തിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. സെക്കൻഡ് ഇയറിൽ ഞാൻ ഉടമ്പടി ഉപ്പും തേനും അതുപോലെ തന്നെ കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ടിട്ടാണ് സെക്കൻഡ് ഇയർ എക്സാം എഴുതിയതും. അതിനും നല്ല മാർക്കോട് കൂടെ പാസ്സായി. പക്ഷെ തേർഡ് ഇയർ വന്നപ്പോൾ ഞാൻ ഉടമ്പടി കുറച്ച് ഉഴപ്പി തുടങ്ങി, ഇനി എല്ലാം ആയി എന്നുള്ള രീതിയിൽ. പക്ഷെ തേർഡ് ഇയർ ഫൈനൽ എക്സാം കൊണ്ട് എഴുതാൻ പറ്റില്ല എന്ന് HOD പറഞ്ഞു. എനിക്ക് ഇൻറ്റേർണൽസിന് എലിജിബിലിറ്റി മാർക്കില്ല, സോ നീ എഴുതണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര പേടിച്ച് കാശ് രൂപത്തിന് ഞാൻ തേടി അലഞ്ഞു. അപ്പം കാശ് രൂപം എന്നെ വിട്ടു പോയി. അതെനിക്ക് മനസ്സിലായി, എൻ്റെ ഉടമ്പടി ഞാൻ കറക്റ്റ് പാത്തിലല്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ അമ്മയുടെ കാശ് രൂപം വാങ്ങി. എന്നിട്ട് ആ കാശ് രൂപം കിട്ടിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്ട്രെങ്താണ് കിട്ടിയത്. ഞാൻ അതോടൊപ്പം ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മാതാവിനെ നമ്മൾ വിട്ടു പോകുമ്പോഴോ ഓരോ തടസ്സങ്ങളുള്ളപ്പോഴോ മാതാവ് നമുക്കത് വെളിപ്പെടുത്തി തരും എന്ന് ഞാനൊന്ന് കേട്ടിരുന്നു. ആ സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു കുർബാനയ്ക്ക് ആ കുട്ടി കേട്ട പാട്ട് രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും എന്നായിരുന്നു ആ പാട്ട്. ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ സെയിം പാട്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിൽ നിന്നും എന്തൊക്കെയോ മാറ്റങ്ങൾ മാതാവ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ഞാൻ അപ്പോൾ കോൺഫെഷന് വേണ്ടിയിട്ട് ആഴ്ചകളോളം ഫാസ്റ്റിംഗ് ഇരുന്നു. ഓൺലൈൻ ഉടമ്പടി കറക്റ്റായിട്ട് ഞാൻ പാലിച്ചു.
കുഞ്ഞുനാൾ തൊട്ടുള്ള എല്ലാ പാപങ്ങളും ഞാൻ പേപ്പറിൽ എഴുതി കുമ്പസാരിച്ചു. 1 മണിക്കൂറിന് മേലെ ഞാൻ കുമ്പസാരിച്ചു. അത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അതിനുശേഷം ഞാൻ കറക്റ്റായിട്ട് ഉടമ്പടി പാലിച്ചു. അങ്ങനെ 4th ഇയർ എക്സാം എഴുതി. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് എനിക്ക് റിസൾട്ട് വന്നു. ഞാനൊരു MBBS ഡോക്ടറാണിപ്പോൾ. എൻ്റെ കൂടെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു, സീനിയേഴ്സും ബാച്ച്മേറ്റ്സും. അവർക്കൊക്കെ ഞാൻ കൃപാസനം അമ്മയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവരെല്ലാവരും ഓൺലൈൻ ഉടമ്പടിയും നേരിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കും ഫുൾ ബാച്ചും ഞങ്ങൾ ലാസ്റ്റ് 2 ഇയേഴ്സാണ് ഫുൾ പാസ്സാണ്. അതിന് ഉള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ 2nd ഇയർ പഠിക്കുന്നവരെ നമുക്ക് തിയറിക്ക് 50%ഉം പ്രാക്ടിക്കലിന് 50%ഉം എടുത്താലേ പാസ്സാകത്തുള്ളൂ. ഞാൻ 3rd ഇയറിൽ ഉടമ്പടിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു ക്രൈറ്റീരിയ ചേഞ്ച് വന്നു. 40:60 റേഷ്യോ മതി എന്നുള്ളത്. അതായത് തിയറിക്കോ പ്രാക്ടിക്കലിനോ മിനിമം 40% വേണം. ബാലൻസ് ഉള്ളത് നിങ്ങൾ പഠിച്ച് എടുത്താൽ മതി 20%. ഈ ക്രൈറ്റീരിയ വന്നതോടുകൂടെ ഞങ്ങളുടെ ഫുൾ ബാച്ചും ഒരാൾ പോലും ഫെയിലില്ലാതെ ലാസ്റ്റ് 2 ഇയറായിട്ട് പാസ്സായി. ഇപ്പോഴും ഫുൾ ബാച്ചാണ്, പാസ്സാണ്. അപ്പം ഇത്രയും അനുഗ്രഹം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും മാതാവ് ചെയ്തതിന് ഒരുപാട് നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് 4 ലാംഗ്വേജസിൽ, കന്നഡ, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് 4 ലാംഗ്വേജസിലും ഞാൻ പത്രപ്രവർത്തനം ഓട്ടോ ഡ്രൈവേഴ്സിനും ഹോസ്റ്റലിനും ക്ലാസ്മേറ്റ്സിനും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മയുടെ കൂടെ ഓൾഡ് ഏജ് ഹോംസിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. പഠിക്കാൻ പറ്റാത്ത പിള്ളേർക്ക് എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പേഷ്യൻസിന് ഡയറക്റ്റ്ലി പോയി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കാശ് രൂപമൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഞാനൊരിക്കൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ ആയിരുന്ന ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വല്ലാതെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്, എന്തോ ഒരു കുളിര് എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഈശോ അവിടെ ഉണ്ട്, എൻ്റെ കരങ്ങളിലൂടെ ഈശോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയേറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പം എന്നെപ്പോലെ ഈ വയസ്സുള്ള ഒരുപാട് യൂത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടാകും, നേരിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടാകും. നമ്മളുടെ കൂടെ ഒരുപാട് പേർക്ക് സഹായം ചെയ്യുവാൻ ഈ ഉടമ്പടി നമ്മൾ കറക്റ്റായിട്ട് പാലിക്കുക. അതിനായിട്ടുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോ തരുന്നതായിരിക്കും. പിന്നെ ഏറ്റവും വലിയ വചനം, ഞാൻ നേരത്തെ ഞാൻ കുർബാനയൊക്കെ കൂടുമ്പോൾ എനിക്ക് നന്നായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ഫീൽഡ് അല്ലായിരുന്നു. ഞാനിപ്പോൾ കുർബാന കൂടുന്നത് ഈശോ തന്നെ നേരിട്ട് വന്നിറങ്ങി കുർബാന അർപ്പിക്കുന്നു, ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നൊരു ഫീൽ എനിക്ക് കിട്ടി. പ്രത്യേകിച്ച് ഈശോയുടെ തിരുശരീരവും രക്തവും ഒക്കെ എനിക്ക്, ഞാനത് നാവിലേക്ക് വാങ്ങുമ്പോൾ എനിക്ക് ആ ഫീൽ വരുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ വചനം വായിക്കുമ്പോഴും എനിക്ക് വല്ലാത്തൊരു ആനന്ദമാണ്. അതിലേറ്റവും എനിക്ക് മനസ്സിൽ തൊട്ട 2 വചനങ്ങൾ ഞാൻ പറയാം. ഫിലിപ്പി 4:13 ജെറേമിയ 33:3. ഈ 2 വേർഡ്സുമാണ് ഞാനിപ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജിഷ അനൂപ്, സ്ഥലം വാഴക്കുളം. പക്ഷെ ഞാൻ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 19 ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. കല്യാണത്തിന് മുമ്പ് 4 വർഷം. കല്യാണത്തിന് ശേഷം എനിക്ക് ജോലിയൊന്നുമില്ലായിരുന്നു. ഒരു 7 വർഷത്തെ ഗ്യാപ്പ് വന്നിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ പല സ്കൂളുകളിലും ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷേ ഒരിടത്തും ഗ്യാപ്പ് വന്ന സാഹചര്യത്തിൽ എനിക്ക് ജോലി ഒരിടത്തും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പണ്ട് ജോലി ചെയ്ത സ്കൂളിൽ അച്ഛനെ വിളിച്ച് അന്വേഷിക്കുകയും അച്ഛൻ ഒരു തടസ്സം കൂടാതെ എന്നോട് പറഞ്ഞു, ജോലി ഞാൻ തരാം, നീ വരിക എന്ന് പറഞ്ഞു. പക്ഷേ ഭർത്താവ് ടീച്ചറല്ലായിരുന്നു, പുള്ളി IT പഠിച്ച ആളായതിനാൽ സ്കൂളിൽ ജോലി കിട്ടുക സാധ്യമല്ലായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞു, താല്പര്യമുണ്ടെങ്കിൽ ലൈബ്രറിയിൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ഞാൻ തരാം, നീ വരിക എന്ന് പറഞ്ഞു. ഹസ്ബൻഡോട് ചോദിച്ചപ്പോൾ ആദ്യം താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് നീ എനിക്ക് ഇത്രയും സാധിച്ചു തന്നു, നീ ഒരു വഴിയും കൂടെ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ ഞാൻ മക്കളോടും പ്രാർത്ഥിക്കുക, അമ്മ മാതാവ് നമുക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യം ഭർത്താവ് താല്പര്യമില്ലായിരുന്നു, എന്നിട്ടും എന്നോട് പറഞ്ഞു ഞാൻ വരാം, എല്ലാം സെറ്റാക്കും, നീ എല്ലാവരോടും ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി 1 മാസത്തേന് ഞാൻ വന്ന് നിങ്ങളെല്ലാം സെറ്റാക്കി ഞാൻ തിരിച്ചു പോരുമല്ല, ആ ഒരു ഗ്യാരണ്ടിയിലാണ് എന്നോട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് കണ്ടു, സ്കൂളും എല്ലാ കാര്യങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം പുള്ളിക്കും അവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടായി. അങ്ങനെ ഞങ്ങളിപ്പം
3 വർഷമായിട്ട് ഞങ്ങളവിടെ ജോലി ചെയ്യുകയാണ്. എല്ലാ വർഷവും ഞങ്ങൾ മെയ്യിൽ ഞങ്ങൾക്ക് വെക്കേഷൻ ടൈമിൽ ഞങ്ങളിവിടെ വരും, മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങൾക്ക് കുടുംബത്തോടെ ഞങ്ങൾ നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. അതുപോലെ അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് താമസ സൗകര്യമൊന്നും ആദ്യം ശരിയായില്ലായിരുന്നു. ഞാൻ സ്കൂളിലായിരുന്നു ഞങ്ങൾക്ക് അച്ഛൻ അക്കോമഡേഷൻ ശരിയാക്കിയത്, വീടുകൾ ശരിയായില്ലായിരുന്നു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇത്രയേറെ ഞങ്ങളെ എത്തിച്ചു, ബാക്കി ഇങ്ങോട്ട് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ ഞങ്ങൾക്ക് നല്ലൊരു വീട് തന്നു. അതുപോലെ ഞങ്ങൾക്ക് സ്കൂളിൽ വെച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, വാഹനമില്ലായിരുന്നു. പെട്ടെന്ന് നമുക്ക് അവിടെ ചെന്നൊരു വാഹനം സംഘടിപ്പിക്കാൻ ഒരു അസാധ്യമായിരുന്നു. അപ്പോഴും മാതാവ് ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. ഞങ്ങൾക്ക് നല്ലൊരു വണ്ടി, ഒരു സ്കൂട്ടർ തന്നു ഞങ്ങളെ സഹായിച്ചു, പെട്ടെന്ന് ഞങ്ങൾക്ക് എടുക്കാൻ സഹായിച്ചു. അതുപോലെ വണ്ടി, വീട് സൗകര്യങ്ങളെല്ലാം തന്നു ഞങ്ങളെ സഹായിച്ചു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഇളയ മോള് ഇവിടെ നാട്ടിൽ 1ാം ക്ലാസ് വരെ ഇവിടെ സ്കൂൾ പഠിച്ചു. UKG പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊരു ദിവസം വീണു. ഉച്ചയ്ക്ക് കൊച്ചി തെന്നി വീണതായിരുന്നു. പക്ഷേ എങ്ങനെ വീണു, കൊച്ചി തന്നെ ഉണ്ടായിരുന്നുള്ള സമയത്ത് ആയ നോക്കിയപ്പോൾ കൊച്ചി വീണ് കിടക്കുമായിരുന്നു. എങ്ങനെ വീണെന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ചോദിച്ചു എങ്ങനെ വീണെന്ന് പറയാൻ കൊച്ചിനറിയാം. 6 വയസ്സുണ്ടായിരുന്നുള്ളൂ. അവൾ പറയുന്നില്ല, വീണു എന്ന് പറയുന്നു. അപ്പം എന്ത് ഡോക്ടർ ചോദിക്കുമ്പോൾ നമുക്കൊന്നും മറുപടി പറയാനില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പം നോക്കിയപ്പോൾ മോനെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അമ്മ ഞാൻ വീണു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്പസമയം കഴിഞ്ഞപ്പോൾ കൊച്ചി ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ തലയിടിച്ച് വീണെന്നുള്ള കാര്യം ഡോക്ടർക്ക് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് MRI ചെയ്യണം, അല്ലാണ്ട് ഇപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അപ്പോൾ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി പ്രാർത്ഥിക്കണം, ഇങ്ങനെ പോലെ കൊച്ചിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, 24 hours അവർ പറഞ്ഞു ഒബ്സർവേഷനിലാക്കിയേക്കുക, MRI ചെയ്യണമെന്ന് പറയുന്നത്, എന്ത് ചെയ്യുന്ന അറിയില്ല. ആൻറ്റി പറഞ്ഞു നീ പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം. അപ്പോൾ ആൻറ്റി അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു, ഓൺലൈനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൻറ്റി ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു ഞാൻ മോൻ്റെയിൽ ഉടമ്പടി തൈലം തന്നിവിടെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു. ആ തൈലം തന്ന് ഞാൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. മോളോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചു, അമ്മ നിന്നെ അനുഗ്രഹിക്കും, നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ചി എന്നോട് പറഞ്ഞു കണ്ണു തുറന്നിട്ട്, അതുവരെ കണ്ണിങ്ങനെ മേളിലേക്ക് പൊക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ കൈ കഴുകാൻ ഉച്ചയ്ക്ക് ചോറുണ്ടാകുന്ന നേരത്ത് കൈ കഴുകാൻ പോയപ്പോൾ തെന്നി വീണതാണ്, എൻ്റെ തല പുറകിൽ ഇടിച്ചിട്ടുണ്ട്, അത്രയും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കിയപ്പോൾ തല പുറകിൽ മുഴച്ചിരിപ്പുണ്ട്. അതുവരെ എങ്ങനെ വീണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, കൊച്ചി വീണ് കിടക്കുന്ന മാത്രം ഞങ്ങൾ കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഡോക്ടർ നോക്കിയിട്ട് കണ്ണൊക്കെ നോക്കിയിട്ട് പറഞ്ഞു മോക്കിപ്പോൾ എങ്ങനെയുണ്ട്, എനിക്ക് കുറച്ച് വേദന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുവരെ മോളൊന്നും പറഞ്ഞില്ലായിരുന്നു. ഈ ഛർദ്ദിച്ച ശേഷം ഞാൻ അന്നേരത്തിന് ഞങ്ങൾ പേടിച്ചു പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല, നമുക്ക് പെട്ടെന്ന് MRI തന്നെ ചെയ്യണം. ഹസ്ബൻഡിനാണ് പേടിച്ചു പോയി, എന്ത് ചെയ്യും നമുക്കറിയില്ല, ഞങ്ങൾ തന്നെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് ഈ കൊച്ചു സംസാരിക്കുക. ഇത്രയും പറഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു നമുക്ക് MRI ഒന്നും ചെയ്യണ്ട, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഓൺ ദ സ്പോട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ്, ഒരു മെഡിസിൻ പോലും ഒന്നും കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഡിസ്ചാർജായി പോന്നു. അതുപോലെ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നു, ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണേലും എനിക്ക് കഴിയുന്ന സാഹചര്യങ്ങളിൽ എല്ലാവരും സഹായിക്കുകയും, അതുപോലെ ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയി, ഞങ്ങളുടെ അവിടെ ഹിന്ദിയാണ്, ഞാൻ ഹിന്ദി പത്രം കൊണ്ടുപോകും. അതുപോലെ മലയാളം വാങ്ങി ഞാൻ ഇവിടെ എല്ലാവർക്കും വിതരണം ചെയ്യും. ഹിന്ദി വാങ്ങിച്ച് ഞാൻ ഞങ്ങളുടെ അവിടെ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുകയും, അതുപോലെ പ്രാർത്ഥനകളാണ് 5:30ക്കുള്ള പ്രാർത്ഥന ഞാൻ മുടക്കാതെ അതിൽ പ്രാർത്ഥിക്കുകയും കുടുംബ പ്രാർത്ഥനകളിലും അതുപോലെ പങ്കെടുക്കുകയും ചെയ്യും. പിന്നെ ഞങ്ങളുടെ സ്കൂളിലാണേലും ആരെയൊക്കെ എന്ത് സഹായം ചോദിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കുകയും, അതുപോലെ എനിക്ക് പറ്റുന്ന കാരുണ്യ പ്രവർത്തന രീതിയിൽ അതുപോലെ ഫുഡില്ലാത്തവർക്ക് ഞാൻ എക്സ്ട്രാ ഒരു ടിഫിൻ ബോക്സ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അവർക്ക് കൊടുക്കുകയും അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ഞാൻ പേപ്പറും മാതാവിൻ്റെ കാശിരൂപം കൊടുക്കുകയും, അവിടെ കുഞ്ഞു മക്കളുണ്ട് ധാരാളം, അവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ എൻ്റെ കയ്യിലുള്ള തൈലം ഞാൻ പുരട്ടി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഒരു പ്രേക്ഷിത രീതിയിൽ അവർക്ക് വളർത്തുന്നതിന് വേണ്ടി അവരോട് ഞാൻ പറയും, എൻ്റെ അനുഭവം ഞാൻ അവർക്ക് വേണ്ടി പങ്കുവയ്ക്കുകയും ചെയ്യും. പരമാവധി ഞാൻ മാതാവിനെ അവരിലേക്ക് എത്തിക്കും, പത്രം കൊടുത്തും കാശിരൂപം കൊടുത്തും എല്ലാ രീതിയിലും. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു.